ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ 2 ദിവസമായിട്ട് പനിയും ചുമയൊക്കെ ആയിട്ട് കിടപ്പിലായി പോയായിരുന്നു കേട്ടോ. പിന്നെയും ബാക്ക് ടു നമ്മുടെ റുട്ടീനിലേക്കൊക്കെ വരുവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളെല്ലാവരും 2 മാസത്തെ വേനലവധി കഴിഞ്ഞിട്ട് നാളെ സ്കൂൾ ഓപ്പണിംഗ് ആണ്. കുറേ പേർക്കൊക്കെ സ്കൂൾ ഓപ്പണിംഗ് ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 8-നൊക്കെയാണ്. എൻ്റെ മോളുടെ ക്ലാസ് ഓൾറെഡി തുടങ്ങി. മെയ് 29-നായിരുന്നു അവർക്ക് ഓപ്പണിംഗ്. അവളുടെ സ്കൂൾ ഒരു പള്ളി സ്കൂളാണ്. അപ്പോൾ അവളുടെ പെരുന്നാളിന് അവർക്കൊരു 10 ദിവസം അവധി അവർ സ്കൂളിന് കൊടുക്കും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൾക്ക് സ്കൂൾ നേരത്തെ തുറക്കുന്നത്. അവൾക്കതിൻ്റെ ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്സൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുക്സ് കവർ ചെയ്തു, നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു. ഇങ്ങനെയായിരുന്നു കേട്ടോ നെയിം സ്ലിപ്പ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. കാരണം നമ്മുടെ ചെറുപ്പക്കാലത്ത് നമ്മുടെ പാരൻസൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തൊക്കെ തന്നതൊക്കെ ഓർമ്മ വന്നു. പിന്നെ നമ്മളും കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവൾക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓൾറെഡി ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർ ബോട്ടിൽ, ഇതേപോലെ ബോക്സ്, ഡിക്ഷണറി, അംബ്രല ആക്ച്വലി ആവശ്യം വരാറില്ല. കാരണം വീട്ടിൽ നിന്ന് വരുന്നു, നമ്മുടെ സ്കൂൾ ബസ്സിനാണ്. ഇത്രയും ബുക്സ് ഉണ്ട് കേട്ടോ അവൾക്ക് പഠിക്കാനായിട്ട്. 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, എന്നാലും ഇത്രയുണ്ട്. അപ്പോൾ അവളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടെ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുരുന്നുകൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു.